അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കയ്യിലെ ഫോണ് അത് നമ്മളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ഇന്ന് നമുക്ക് ഫോൺ മാറ്റിയിട്ട് അള്ളാഹുലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം ഫോണിനായിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ഫോണിന് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഉറങ്ങാൻ പോകുന്ന അവസാനമായി നോക്കുന്നതും നമ്മൾ ഫോണിലോട്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മൾ മുഴുവൻ സമയം ഫോണിന് കൊടുക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനായി എത്ര സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്? ഫോൺ ഒരു അനുഗ്രഹമാണ്. നല്ല കാര്യങ്ങൾ പഠിക്കാനും അറിവ് നേടാനും മറ്റുള്ളവരെ സഹായിക്കാനും അത് ഉപയോഗിക്കാം. പക്ഷെ അത് നമ്മുടെ നിസ്കാരം വൈകിപ്പിക്കാനും മനസ്സിനെ അശ്രദ്ധയിലേക്കാക്കാനും തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനായിട്ടുള്ള മാർഗം ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചോദിക്കണം, ഇത് എൻ്റെ ഈമാനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ അതോ കുറയ്ക്കുന്നുണ്ടോ എന്ന്. ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യത്തേത്, അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ചില സമയങ്ങളിൽ ജീവിതത്തിൽ നമുക്കൊന്നും ശരിയാവാത്ത പോലെ തോന്നും. പക്ഷെ അതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. നമുക്ക് നമ്മളെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ആദ്യം ഫജ്ർ നിസ്കാരമാണ് നമ്മളെ ഏറ്റവും അധികരിപ്പിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഖുർആന് നല്ലോണം വായിക്കുക. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ കാണുന്ന സമയം നമ്മൾ കുറയ്ക്കുക. അതിൻ്റെ ഒന്നാണ് ഈ ഫോൺ. ദിക്ർ ചെല്ലാനും ദുആ ചെയ്യാനും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക. കാരണം നമ്മുടെ സമയം അള്ളാഹു നൽകിയ വലിയൊരു അമാനത്താണ്. അത് എന്ന് തീരും എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഫോൺ നമ്മളെ നിയന്ത്രിക്കരുത്, മറിച്ച് നമ്മൾ ഫോണിനെ നിയന്ത്രിക്കണം. ഈ ലോകത്തിലെ കാര്യങ്ങൾക്കായി സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ ആത്മാവിന് സമയം നൽകണം. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയത്തിന് മാത്രമാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനം എടുക്കാം. ഫോണിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം കുറച്ച് അള്ളാഹുവിനോട് അടുത്താകാൻ കൂടുതൽ സമയം മാറ്റിവെക്കാം. അള്ളാഹു നമ്മുടെ സമയത്തിലും ജീവിതത്തിലും ബർക്കത്ത് നൽകട്ടെ. പിന്നുള്ളത്, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ വരും. കൂടുതലിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയും. ഇതിനൊക്കെ ഉപാധിയായിട്ട് നമുക്ക് ഒന്നിൽ ഫോണില് നമുക്ക് ഖുർആൻ കാര്യങ്ങൾ ദിക്റുകൾ ഒക്കെ നമ്മൾക്ക് കയറ്റി വെച്ച് കണ്ട് അത് നമ്മൾക്ക് ചൊല്ലി തീരാവുന്നതാണ്. രണ്ടാമത്, നമ്മൾക്ക് എപ്പോഴും ഉദു ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ചെറിയൊരു ഖുർആനിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിക്റിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ചൊല്ലി തീർക്കാം. ഒരു ഖത്തം ഓതി തീരാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മൾ റമദാൻ മാസത്തിൽ, ഞാൻ പറയുന്ന സത്യം, ഞാൻ 4-5 ഖത്തം വരെ ഓതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഖത്തം മുഴുവനാക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെയാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും കൂടിയും പറയാം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക. അപ്പോൾ അത്രയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.